ഭരണമാറ്റം ഉണ്ടാക്കണമെന്ന കെ സച്ചിദാനന്ദന്റെ വിമർശനത്തെ തെറ്റുതിരുത്തലിനുള്ള അവസരമായി കാണുന്നുവെന്ന് തോമസ് ഐസക്. തുടർ ഭരണം അപജയങ്ങൾ ഉണ്ടാക്കാം. രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി തന്നെ ഇത് അഡ്രസ് ചെയ്തിട്ടുള്ളതാണ്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നതിനർത്ഥം UDFന് തോറ്റുകൊടുക്കുമെന്നല്ലെന്നും ഐസക് വിശദീകരിക്കുന്നു. ഇങ്ങനെ തുടർ ഭരണം ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും ഉണ്ടാവാം, അപജയങ്ങളുണ്ടാവാം. അതേ രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അപകടമുണ്ട്, ജാഗ്രത പുലർത്തണം, തിരുത്തേണ്ടത് തിരുത്തും. അത് ആര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പോൾ ആ രീതിയിലെ ഈ വിമർശനങ്ങൾ കാണുന്നുള്ളൂ. അന്ന് UDFന് തോറ്റു കൊടുക്കണമെന്നും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യൂ. അപ്പോൾ ഞങ്ങളുണ്ടല്ല ഇതിനെയൊക്കെ ഒരു അവസരമാക്കിയാണ്. എന്തിന്? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളിതൊരു അവസരമാക്കി മാറ്റാൻ പോയി. അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി. അനീസ് അലി, പൊതുവെ ഇത്തരം വിമർശനങ്ങളെ അത്ര സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഐസക് ഇത് പരിഗണിക്കേണ്ട വിഷയമാണ് എന്ന മട്ടിലുള്ള അഭിപ്രായം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന്റെ ടോൺ എന്താണ്? നിലവിൽ കെ സച്ചിദാനന്ദൻ പറയുന്ന വിമർശനങ്ങളെ തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ കഴിയുക. തോമസ് ഐസക് പറയുന്നത് ആ വിമർശനങ്ങൾ ഇടതുപക്ഷ സഹായകർ ഉയർത്തുന്ന വിമർശനങ്ങളെ തങ്ങൾ തന്നെ നേരത്തെ അഡ്രസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭരണം ഉണ്ടായപ്പോൾ ഈ തുടർ ഭരണം കേഡർമാരിൽ ആലസ്യം ഉണ്ടാക്കും എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി തന്നെ നേരത്തെ അഡ്രസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വിമർശനങ്ങളെ ഞങ്ങൾ ഒരു അവസരമായി ഉപയോഗിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ ഈ തുടർ ഭരണം ആവശ്യമില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന കാര്യങ്ങളെ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം ഒരു കൂട്ടർ, അടുത്ത 5 വർഷം മറ്റൊരു കൂട്ടർ എന്നതല്ല. അങ്ങനെ ഒരു സാധ്യത തങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ തങ്ങൾ UDFന് അങ്ങ് തോറ്റു കൊടുക്കണം എന്ന തരത്തിൽ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നതിന് അങ്ങനെ ഒരു അർത്ഥവുമില്ല. അതേസമയം അദ്ദേഹം അടക്കം ഇടതുപക്ഷ സഹയാത്രികൾ ഉയർത്തുന്ന വിമർശനങ്ങളെ തങ്ങൾ പരിഗണിക്കുന്നുണ്ട്. തങ്ങൾ അതിനെ ഏതെങ്കിലും ആ വിഷയത്തിൽ നമ്മളൊരു ചോദ്യം കൂടി ചോദിച്ചു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ആരെങ്കിലും പറയുന്നതാണ്. താനോ MV ഗോവിന്ദൻ മാഷോ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നേതൃത്വം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അങ്ങനെ പരിഗണിക്കേണ്ടതില്ല. അവരുയർത്തുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പാർട്ടി പരിഗണിച്ചിട്ടുള്ളതാണ്. തുടർ ഭരണം ആലസ്യമുണ്ടാക്കുമെങ്കിൽ അതിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു അവസരമായി തങ്ങൾ കാണുന്നു. ഇങ്ങനെയുള്ള വിമർശനങ്ങളെ അവസരമായി കാണുന്നു. അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ആരുടെയെങ്കിലും പെരുമാറ്റം സംബന്ധിച്ച വിമർശനങ്ങളാണ് ഉള്ളത് എങ്കിൽ അതും പരിഗണിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തുടർ ഭരണം എന്നത് പാർട്ടിയെ ആലസ്യത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തുടർ ഭരണം ആവശ്യമില്ല, അത്തരം പരിഗണിക്കേണ്ട അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നതിനെ ശക്തമായി എതിർത്ത് തന്നെയാണ് പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് തോമസ് ഐസക് നിലപാടെടുക്കുന്നത്. അതേസമയം ഇത്തരം വിമർശനങ്ങൾ സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങളെയൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ശരി, തോമസ് ഐസക് പറയുന്നത് സച്ചിദാനന്ദൻ മാഷ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ ഗൗരവത്തിൽ കാണുന്നു, അതിനെ മെറിറ്റോറിയസ് ആയി കാണുന്നു എന്നതാണ്. പൂർണ്ണമായും അതിനെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഭരണം കിട്ടിയ സമയത്ത് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തുടർ ഭരണത്തിന്റെ അപജയങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന ജാഗ്രതയെക്കുറിച്ച് സംസാരിച്ച പാർട്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തുടർ ഭരണം പാർട്ടിയെ ദുഷിപ്പിക്കുമോ ഇല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. അതേ ചൊല്ലിയാണ് തർക്കം നടക്കുന്നത്. അതിലാണ് സച്ചിദാനന്ദൻ തുടർ ഭരണം, നിരന്തരമായ ഭരണം പാർട്ടിയെ ദുഷിപ്പിക്കുമെന്ന അഭിപ്രായം പങ്കുവച്ചത്. പൂർണ്ണമായും CPIMന് തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ആവർത്തിച്ചുള്ള ഭരണം പാർട്ടിയെ പലതരത്തിൽ ദോഷകരമായി ബാധിക്കാനിടയുണ്ട് എന്ന വിശകലനം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPIM. ബംഗാളിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടി നടത്തിയിട്ടുള്ള ഒരു വിശകലനത്തിൽ തുടർ ഭരണം സഖാക്കൾ ഒരു വിഭാഗത്തെ ദുഷിപ്പിക്കുകയും അവരെ അഴിമതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ചുള്ള ഒരു ഭരണ പാർട്ടിയായി നമ്മെ മാറ്റുകയും ജനബന്ധത്തിൽ വിള്ളലുണ്ടാവുകയും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും അഴിമതിയിലേക്ക് വഴുതി വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഭരണം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് എന്നാണ് CPIM തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആവർത്തിച്ചുള്ള ഭരണം പ്രശ്നം ഉണ്ടാക്കും എന്ന് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലാണ് CPIMന്റെ പശ്ചാത്തലവും ചരിത്രവും പാർട്ടി കോൺഗ്രസുകളുടെ രേഖാചരിത്രവും എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്.